PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ മാരത്തോൺ വീഡിയോ ആയിട്ട് LP-UP ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 13ാമത്തെ വീഡിയോ ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. 3 രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്ത്, പിന്നെ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്ത്, മറ്റൊന്ന് കറണ്ട് അഫേഴ്സ്. ഇങ്ങനെ 3 രീതിയിൽ സെക്ഷൻസിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ സാധാരണഗതി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെലക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ പറയാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. LP-UP ഇൻ്റർവ്യൂവിന് പഠിക്കാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള അക്കാഡമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയാണ് ചെയ്തെടുത്തേക്കുന്നത്. സൈക്കോളജി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ LP-UP ഇൻ്റർവ്യൂവിന് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കളക്ട് ചെയ്തെടുത്തിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും സമഗ്രമായി നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ്. കഴിഞ്ഞ LP-UP പരീക്ഷയിലും ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരുന്നു. അതിന് ധാരാളം ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് LP-UP ഇൻ്റർവ്യൂവിനും നമ്മൾ സമഗ്രമായി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പ് ത്രൂ LP-UP ഇൻ്റർവ്യൂ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് ഇന്ന് കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. LP-UP ഇൻ്റർവ്യൂവിനോട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായി നിങ്ങൾ കണ്ടാൽ താങ്കൾ എടുക്കുന്ന മാർഗം, അതായത് നമ്മുടെ ക്ലാസ്സിൽ ഒരു അധ്യാപകനായിട്ട് നമ്മൾ ജോലി പ്രവേശിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ ആ കുട്ടിയുടെ ഒരു മാനസിക പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ആൻസർ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയേ. ആ കുട്ടിയുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം? അപ്പോൾ നമ്മളെപ്പോഴും ഒരു അധ്യാപകനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, കുട്ടികളെ മനസ്സിലാക്കാൻ കുട്ടികളിൽ ഒരാളായിട്ട് വേണം നിൽക്കാമെന്ന് ഞാൻ മുമ്പിലുണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരിൽ ഒരാളായിട്ട് നിൽക്കണം. അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട്, ഒരു സുഹൃത്തായി നിന്നുകൊണ്ട് എന്താണ് ആ കുട്ടിയുടെ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ കേസ് സ്റ്റഡി അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും. കേസ് സ്റ്റഡി മെത്തേഡ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ കുട്ടിയുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ രക്ഷിതാക്കളോട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, കുട്ടിക്ക് എന്താണ് പ്രശ്നം, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കഴിയുന്ന പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ കുട്ടിക്ക് എന്താണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആ കുട്ടിയെ കൂടുതൽ വഴക്ക് പറയുക ഒന്നും അല്ല ചെയ്യേണ്ടത്. എന്താണോ ആ കുട്ടിയുടെ പ്രശ്നം, ആ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ ഇപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്നൊരു കുട്ടി താങ്കളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ താങ്കൾ ആ കുട്ടിയെ ഏത് തരത്തിലായിരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക? അപ്പോൾ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എങ്ങനെയായിരിക്കും, മാറ്റി നിർത്തുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല അല്ലേ. ആ കുട്ടിയെ നമ്മളുടെ മറ്റുള്ള കുട്ടികളെ പോലെ ചേർത്ത് പിടിച്ച്, നമ്മളുടെ ഒരു മക്കളായി കണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ നമ്മുടെ കൂടെ തന്നെ നിർത്താനാണ് ശ്രമിക്കേണ്ടത്. അതായത് നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊരു കോൺസെപ്റ്റ്, അതായത് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ ഉള്ള ഒരു സംവിധാനം ഇപ്പോൾ ക്ലാസ് മുറികളിലുണ്ടല്ലേ. അപ്പോൾ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ ഒന്നും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾച്ചേർന്നുകൊണ്ടൊരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ പ്രവേശിക്കാനും പഠിക്കാനും ഒക്കെ അർഹതയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട എന്തൊക്കെയാണ്, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനും, ആ മറ്റുള്ള കുട്ടികളെ പോലെ അവരിലെ ഒരാളായി ചേർത്ത് നിർത്താനും, എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ആ കുട്ടിക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി അതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് അത് ചെയ്ത് കൊടുക്കുകയും മറ്റുള്ള കുട്ടികളെ പോലെ ആ കുട്ടിയെ പരിഗണിക്കുകയുമാണ് വേണ്ടത്. മറ്റൊരു ചോദ്യം നോക്കാം. ദിവസേന ക്ലാസ്സിൽ വൈകി വരുന്ന കുട്ടിയെ തിരുത്താൻ താങ്കൾ അവലംബിക്കുന്ന മാർഗം എന്തായിരിക്കും? ദിവസേന എന്നും വൈകി ഒരു കുട്ടി ക്ലാസ്സിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആ കുട്ടിയെ തിരുത്താനായിട്ട് ചെയ്യേണ്ട മാർഗം? ആ കുട്ടിയെ വഴക്കു പറയുകയോ തല്ലുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ആണോ ചെയ്യേണ്ടത്? അല്ല, മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
അപ്പോൾ എന്താണ് ആ കുട്ടി വൈകി വരാനുള്ള ഇടയാക്കിയ സാഹചര്യമെന്ന് കൃത്യമായി തിരിച്ചറിയാനും, അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി വൈകി വരുന്നത്, ദിവസേന വൈകി വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ജെന്യുവിൻ റീസൺ ആണെങ്കിൽ ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയും മാതാപിതാക്കളോട് അന്വേഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവനിൽ ഒരു ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തിക്കൊണ്ട് അവനെ വഴക്കു പറയാതെ എന്താണ് ആ പ്രശ്നമെന്ന് കണ്ടെത്തി ആ പ്രശ്നം നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാനാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ പ്രധാന മാറ്റം എന്താണ്? അപ്പോൾ കോവിഡ് എന്ന മഹാമാരി ലോകത്ത് ഉടനീളം ആഞ്ഞടിക്കുകയും അതിനകത്ത് ഒരുപാട് പേര് മരണപ്പെടുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ എക്കോണമി വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തൊരു മഹാമാരി തന്നെയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. അത് എല്ലാ മേഖലകളിലും പ്രതികൂലമായിട്ട് നിന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും പ്രതികൂലമായിട്ട് തന്നെ നിൽക്കുകയുണ്ടായി. കുറേ 1-2-3 വർഷം സ്കൂളുകൾ അടച്ചിടുകയും ആ ഒരു സമയത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വേറൊരു മാറ്റമാണ് നമ്മളവിടെ കണ്ടത്. ഓൺലൈനായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നിരവധി ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനതമായൊരു പഠനാനുഭവമാണ് ആ ഒരു സമയത്ത് സാധ്യമായിക്കൊണ്ടിരുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥി മുഖാമുഖം കണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന രീതി മാറി അതൊരു മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ ആയി മാറുന്ന ഒരു ടെക്നോളജിയെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വേണം നിങ്ങൾക്ക് പറഞ്ഞു നിർത്താം കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, സമഗ്രമായി നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അക്കാഡമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് സമഗ്രമായി നമ്മൾ തയ്യാറാക്കിയെടുത്താണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്